ഡയമണ്ട് ഗ്രൂപ്പിന്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോക്ക് ലോകത്ത് നിരവധി പേര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. പ്രമേഹം അഥവാ ഡയബറ്റിസ്. പ്രമേഹം വന്നാൽ ചെതലരിക്കുന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോരോ ഓർഗൻസിനെ പതുക്കെ അവൻ കാർന്നു തിന്ന് നശിപ്പിക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. കാലിലും വ്രണങ്ങൾ വന്ന് ഉണങ്ങാത്തവര്, കാല് മുറിക്കപ്പെട്ടവര്, കിഡ്നി പ്രശ്നങ്ങളുള്ള ആളുകൾ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആളുകൾ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവര്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഇതൊക്കെ പ്രമേഹം മൂലം വരുന്ന വരെ പ്രശ്നങ്ങളാണ്. പ്രമേഹത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. ചിലപ്പോഴൊക്കെ ആ അഭിപ്രായങ്ങൾ നമുക്ക് വലിയ വിനയായി തീരാറുണ്ട്. ചിലർ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാം. ചിലർ പറയും ഇൻസുലിൻ ചെയ്യുന്നത് പ്രശ്നമാണ്. അങ്ങനെ പല അഭിപ്രായങ്ങൾ. നമുക്ക് ഷുഗർ വന്നാൽ എൻ്റെ ഒരു 27 വർഷത്തെ അനുഭവം വെച്ച് നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണും. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിച്ച്, ഗുളിക കഴിക്കേണ്ടതാണെങ്കിൽ ഗുളിക കഴിച്ച്, ഇൻസുലിൻ ചെയ്യേണ്ടതാണ് ഇൻസുലിൻ ചെയ്ത്, യോഗയോ വ്യായാമം ഒക്കെ ചെയ്ത് ആരോഗ്യത്തോട് ജീവിക്കാനാണ് എൻ്റെ അനുഭവം. പ്രമേഹം എന്നതൊരു മെറ്റാബോളിക് ഡിസോർഡറാണ്, ഉപാപചയ വൈകല്യം. ചുരുക്കി പറഞ്ഞ ഒരു ജീവിതശൈലി രോഗം. ഒരു 20 വർഷം മുമ്പ് 10,000 ജീവിതശൈലി രോഗം, ഷുഗറൊക്കെ ഉണ്ടായിരുന്നു. അത് പണമുള്ളവർക്ക് വന്നിരുന്നൊരു രോഗമായിട്ടാണ് കണക്കാക്കിയത്. എന്നാൽ 40 വർഷം മുമ്പ് ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല, ഷുഗർ ഉണ്ടായിരുന്നില്ല. ഇന്നത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അന്നത്തെ ജീവിതശൈലിയിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾ മരുന്ന് കഴിച്ച് മാറുന്നതാണ് ആഗ്രഹം. പനിയൊക്കെ വന്ന പോലെ 2-3 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് നാളെ മുതൽ മധുരം കഴിക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം. അതിനുള്ള മരുന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും മരുന്ന് കഴിച്ചാൽ മാറില്ല. കാരണം ആ രോഗത്തെ സൂചിപ്പിക്കുന്നത് അതിന്റെ മുമ്പിൽ ജീവിതശൈലി രോഗം എന്നാണ്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റം കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് പ്രമേഹം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ആമാശയത്തിൽ ചെല്ലുകയും ആ ഗ്ലൂക്കോസിനെ വേർതിരിച്ച് നമ്മുടെ രക്തത്തിലെത്തിക്കുകയും രക്തം കോശങ്ങളിലെത്തിക്കുകയും കോശം അതിനെ സ്വീകരിച്ച് ഊർജമാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ തരുകയും ചെയ്യാം. പക്ഷെ ഇതിനുള്ളൊരു പ്രശ്നം, ഈ ഗ്ലൂക്കോസിന് തന്നെ കോശത്തിന് അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അടഞ്ഞു കിടക്കുന്ന കോശത്തിന് തുറപ്പിക്കാൻ ഒരു താക്കോല് വേണം. അപ്പൊ ഈ ആമാശയത്തിന് താഴെ പാൻക്രിയാസ് എന്നറിയപ്പെടുന്ന ആഗ്നേയ ഗ്രന്ഥി ഒരു സ്രവം, ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ആ ഹോർമോണിന്റെ പണി ഗ്ലൂക്കോസിനൊപ്പം ഇത് സഞ്ചരിക്കുകയും കോശങ്ങളുടെ താക്കോലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് ഇൻസുലിൻ ഈ കോശത്തിന് തുറന്നു കൊടുക്കുകയും ഗ്ലൂക്കോസ് അതിനകത്ത് പ്രവേശിക്കുകയും ഭക്ഷണം ആക്കി നമുക്ക് ഊർജമാക്കി മാറ്റുകയും ചെയ്യും. എന്നാൽ ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഡിസോർഡർ ചില സമയങ്ങളിൽ ഇൻസുലിന്റെ ഉൽപാദനം ഇല്ലാതാക്കുകയോ ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയോ ചില സമയങ്ങളിലെങ്കിലും ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ ശാരീരിക അവയവങ്ങൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ആകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ രക്തത്തിൽ കലർന്നിട്ടുള്ള ഗ്ലൂക്കോസ് രക്തത്തിലൂടെ സഞ്ചരിച്ച് കോശത്തിനടുത്ത് എത്തും. പക്ഷെ തുറക്കാനുള്ള താക്കോല് ഇൻസുലിൻ ചെല്ലാത്തത് കൊണ്ട് അതിന് കോശത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് രക്തത്തിലൂടെ തന്നെ സഞ്ചരിക്കും. അങ്ങനെ കഴിക്കുന്ന ആഹാരം മുഴുവൻ കോശത്തിൽ കയറാതെ രക്തത്തിലൂടെ സഞ്ചരിക്കും. അതിനെയാണ്
ഡയബറ്റിക് അഥവാ പ്രമേഹം എന്ന് പറയും. അമിതമായ ഷുഗർ രക്തത്തിനകത്ത് വർദ്ധിക്കുമ്പോൾ കിഡ്നി അതിനെ അരിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഇതിന് വളരെയധികം ജലം ആവശ്യമായതുകൊണ്ട് എപ്പോഴും ദാഹം നമുക്കുണ്ടാകും. അതൊരു ലക്ഷണമാണ്. എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നും. ഈ യൂറിനകത്ത് ഷുഗർ കൂടുന്നത് കൊണ്ട് പലപ്പോഴും ചൊറിച്ചല്, ഇൻഫെക്ഷൻ, ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവുക സർവ്വസാധാരണ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വരുന്ന ഈ ഗ്ലൂക്കോസ് കോശത്തിനകത്ത് ചെന്നാലാണ് ഊർജാവും. പക്ഷെ പല സമയത്തും ഇത് ഇൻസുലിന്റെ കുറവ് മൂലം കോശത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഊർജം കിട്ടില്ല. ഊർജം കിട്ടാതെ വരുമ്പോ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു ലക്ഷണം. നമ്മുടെ ചെറിയ ഞരമ്പുകളിലൂടെ ഈ ഗ്ലൂക്കോസ് കലർന്ന രക്തം ഓട്ടം കുറയുകയും രക്തോട്ടം കുറയുന്നതിനനുസരിച്ച് കൈകാൽ തരിപ്പ്, മരവിപ്പ്, വേദന, കഴപ്പ് ഇതൊക്കെ അനുഭവപ്പെടും. ഇതും ഒരു ലക്ഷണം. നമ്മുടെ ഷുഗർ കണ്ണിന്റെ ലെൻസിൽ പറ്റിപ്പിടിക്കുകയും കാഴ്ചക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ചില ആളുകൾക്ക് ശരീരത്തിനകത്ത് ഭക്ഷണം ചെല്ലാത്തത് കൊണ്ട് കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തെ ഭക്ഷണമാക്കി മാറ്റും. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം ക്ഷീണിക്കും. അതും ഒരു ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം നല്ലൊരു ഡോക്ടറെ സമീപിക്കുക. ടെസ്റ്റ് നടത്തി നിങ്ങൾ ഷുഗർ ഉണ്ടോ, പ്രമേഹ രോഗിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പലരുടെയും പ്രശ്നം 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഡയബറ്റിക് ആണെന്ന് അറിയുന്നത്. അപ്പോഴത്തേനും അവയവങ്ങളൊക്കെ കുറേശ്ശെ അവസാനിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗറും ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗറും ടെസ്റ്റ് ചെയ്യും. 70 മുതൽ 110 വരെ നിങ്ങൾ നോർമൽ ആണെന്നാണ് പറയുന്നത്. 110 മുതൽ മുകളിലേക്ക് 120, 130 നിങ്ങൾ പ്രമേഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രമേഹ രോഗിയാണ്. പല ആളുകളും പ്രമേഹമാണെന്ന് തിരിച്ചറിയുമോ എന്ന് പേടിച്ച് ടെസ്റ്റ് ചെയ്യാത്ത ആളുകൾ. ചിലർ ടെസ്റ്റ് ചെയ്ത് പ്രമേഹമാണെന്ന് അറിഞ്ഞാൽ ഡെയിലി ഗുളിക കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പച്ചരിയൊക്കെ അരച്ച് കുടിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ചിലപ്പോൾ അവർ സക്സസ് ആവാം, ചിലപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് ചെന്നിച്ചാണ്. കാരണം നിങ്ങളുടെ രക്തത്തിനകത്ത് നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഭക്ഷണത്തെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗൻസിനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ദിവസവും നിങ്ങളുടെ ഷുഗർ ലെവല് ചെക്ക് ചെയ്യണം. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് ഡെയിലി ഷുഗറിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പല ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഡെയിലി ഷുഗർ ചെക്ക് ചെയ്യും. പിന്നെ 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലേക്കാണ് ചെക്ക്. ആ ചെക്ക് ചെയ്യുന്ന ദിവസം തലേ ദിവസം ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കറക്റ്റായിട്ട് നമ്മൾ നോക്കും. അപ്പൊ ഷുഗർ വളരെ കുറവ്, ഒരു കുഴപ്പമില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് കണ്ണിനോ കിഡ്നിക്കോ ഹൃദയത്തിനോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഡെയിലി ഷുഗർ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് കൂടുകയും കഴിക്കുന്ന ഗുളികൾക്കും ഇൻസുലിനും അനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പൊ ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതല്ല ഡെയിലി ഷുഗർ. കറക്റ്റായിട്ട് നമ്മൾ നോക്കും. അപ്പൊ ഷുഗർ വളരെ കുറവ്, ഒരു കുഴപ്പമില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് കണ്ണിനോ കിഡ്നിക്കോ ഹൃദയത്തിനോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഡെയിലി ഷുഗർ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് കൂടുകയും കഴിക്കുന്ന ഗുളികൾക്കും ഇൻസുലിനും അനുസരിച്ച് കുറയുകയും ചെയ്യും.
അപ്പൊ ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതല്ല ഡെയിലി ഷുഗർ. അതിന് നിങ്ങൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. അത് നിങ്ങളുടെ 3 മാസത്തെ ആവറേജ് ആണ്. അത് ടെസ്റ്റ് ചെയ്താലുള്ള ഗുണം, നിങ്ങൾ ഒരു 3 മാസം ആവറേജ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഷുഗർ ഉണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചറിയാം. അത് 70, 110, 120, 150, 300 എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇത് 5.7 വരെ നിങ്ങൾ നോർമലാണ്. 5.7 to 6.4 നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്, നിങ്ങൾ ഷുഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6.4 മുകളിലേക്ക് നിങ്ങൾ പ്രമേഹ രോഗിയാണ്. അത് 7 ഒക്കെ ആയി 8 ഒക്കെ ആയാൽ പ്രശ്നമാണ്. നിങ്ങളൊരു 6 to 7 നിങ്ങൾ നല്ല കൺട്രോളാണ്. 7 മുകളിലേക്ക് ആയാൽ മോശം കൺട്രോളാണ്. 8, 9, 10, 12 ഒക്കെ ഉള്ള ആളുകൾ. അപ്പൊ HbA1c എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിനകത്തെ ഹീമോഗ്ലോബിനിൻ ഉള്ള ഒരു പ്രോട്ടീനിൽ ഷുഗർ പിടിക്കുകയാണ്. അത് പറ്റി പിടിച്ചിരിക്കുകയാണ്. ആ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. നിങ്ങൾ ഇൻസുലിൻ ചെയ്താലും പോവില്ല, ഭക്ഷണം നിയന്ത്രിച്ചാലും പോവില്ല. അത് അതിൽ പറ്റി പിടിച്ചിരിക്കുക. ആ പറ്റി പിടിച്ചിരിക്കുന്നത് എത്രയുണ്ടെന്നുള്ള കണക്കാണ് HbA1c എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഷുഗർ ലെവൽ 90 ആണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ HbA1c 8 ആണ്. നിങ്ങളുടെ ഷുഗർ 90 ആയതുകൊണ്ട് കാര്യമില്ല. ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിനകത്ത് 250 മേലെ ഷുഗർ ഉണ്ട്. അത് രക്തത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ഹീമോഗ്ലോബിനിലും പറ്റിപ്പിടിച്ചിട്ടുള്ള ഷുഗറാണ്. അപ്പൊ ഈ HbA1cനെ കുറച്ചു കൊണ്ടുവന്ന് ഒരു 5.7 to 6.4 കൊണ്ടുവന്ന് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം, നിങ്ങളുടെ ഓർഗൻസുമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ HbA1c കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ 3 മാസത്തെ ആവറേജ് നിങ്ങൾ 2 മാസവും 3 മാസവും കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ അതാണ് കറക്റ്റ്. അപ്പൊ നിങ്ങളുടെ ഷുഗർ 300 ആണ്, നിങ്ങളുടെ HbA1c 6 ആണ്. അത്ര ഭയക്കേണ്ട കാര്യം. HbA1c കൂടുകയും നിങ്ങളുടെ ഡെയിലി ഷുഗർ കുറയുകയും ചെയ്തിട്ട് ഒരു കാര്യം. അപ്പൊ HbA1cയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രമേഹത്തെ നിങ്ങൾക്ക് നിയന്ത്രിച്ചു. ഇത് എല്ലാവർക്കും 100% കറക്റ്റായിട്ട് വരണത്. ഇനി അത് എങ്ങനെ എന്നുള്ളതാണ്. HbA1c എങ്ങനെ നിയന്ത്രിക്കാം? നിങ്ങളുടെ ഷുഗറിനെ നിങ്ങൾ ബാലൻസ് ചെയ്താൽ പതുക്കെ HbA1c താഴെ വരും. സമയമെടുക്കും. അങ്ങനെ നിങ്ങൾക്ക് HbA1c താഴേക്ക് കൊണ്ടുവരാം. പല ഹെർബൽ ഉൽപ്പന്നങ്ങൾക്കും HbA1cനെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി അതിന് നല്ലൊരു ഉപാധിയാണ്. വളരെ പ്രാചീന കാലം മുതൽ ഈജിപ്തിലും ചൈനയിലും റോമിലും ഇന്ത്യയിലുമെല്ലാം വെളുത്തുള്ളി ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ വെളുത്തുള്ളിക്ക് നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാൻ, ഷുഗറിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കാനൊക്കെ കഴിവുണ്ടെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് കാലങ്ങളായിട്ട് വെളുത്തുള്ളി ആരോഗ്യകരമായിട്ടുള്ള ഔഷധത്തിന് ഉപയോഗിച്ചു വരുന്നു. എന്നാൽ വെളുത്തുള്ളി അമിതമായിട്ട് അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല. ഒപ്പം തന്നെ ഈ വെളുത്തുള്ളിയിലുള്ള അല്ലിസിൻ എന്ന് പറയുന്നൊരു കണ്ടന്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ കുറയ്ക്കാൻ, HbA1c കുറയ്ക്കാൻ സഹായിക്കും. അത് പച്ച വെളുത്തുള്ളി നിങ്ങൾ കഴിച്ചാൽ ഈ അല്ലിസിൻ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് അതൊരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ദഹന രസങ്ങളിൽ ചെല്ലുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. അങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത അല്ലിസിൻ മനുഷ്യ ശരീരത്തിൽ ചെല്ലാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കി ഗാർലിക് കിങ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ 45 വർഷമായിട്ടുള്ള വെളുത്തുള്ളിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം വെളുത്തുള്ളിയിലെ അല്ലിസിനെ സ്റ്റേബിൾ ആക്കാനുള്ള ഒരു ടെക്നോളജി കണ്ടെത്തി. അതിന്റെ പാറ്റന്റ് എടുത്തു. അങ്ങനെ അത് ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റി. അത് ഇന്ന് ലോകത്താകമാനം ആളുകൾ ഉപയോഗിക്കും. അതിന്റെ പേരാണ് ഡൈബാലൈഫ്. പീറ്റർ ജോസ്ലിംഗ് എന്നാണ് ആ സയന്റിസ്റ്റിന്റെ പേര്. അദ്ദേഹത്തെ ഗാർലിക് കിങ് എന്നാണ് അറിയപ്പെടുന്നത്. വെളുത്തുള്ളിയെ കുറിച്ച് അത്രയധികം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പീറ്റർ ജോസ്ലിംഗ്. അദ്ദേഹം കണ്ടെത്തിയ ഉൽപ്പന്നം ഇന്ന് നിരവധി രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരും. ഇന്ത്യയിൽ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഡൈബാലൈഫ് ഒരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഒരു ഉൽപ്പന്നമാണ്. നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻസുലിൻ ആണോ ഗുളികയാണോ അത് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഡൈബാലൈഫും കഴിക്കാം. നിങ്ങളുടെ HbA1c കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീമോഗ്ലോബിന് ഷുഗർ പറ്റിപ്പിടിക്കാതിരിക്കാൻ ഈ വെളുത്തുള്ളി സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി ഷുഗറിനെ നിയന്ത്രിക്കാൻ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന കൈപ്പയ്ക്ക, കറുവാപ്പട്ട, അടയ്ക്ക, ചക്കരക്കുറ്റി അങ്ങനെ ഉള്ള ഹെർബ്സും നമ്മുടെ ഈ ഡൈബാലൈഫിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ HbA1c നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഷുഗർ പ്രീ ഡയബറ്റിക് ആണ്, നിങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട് തുടങ്ങി വരുന്നു. അത്തരം ആളുകൾക്ക് 100% ഉപയോഗപ്രദമാകുന്ന ഒരു ഉൽപ്പന്നമാണ് ഡൈബാലൈഫ്. എന്നാൽ 15 വർഷം 20 വർഷമൊക്കെയായിട്ട് ഷുഗറുണ്ട്, 10 വർഷമായിട്ട് ഷുഗറുണ്ട്. അവരുടെ ഓർഗൻസ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് പതുക്കെ കോശങ്ങളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സമയമെടുക്കും. പതുക്കെ നിങ്ങളുടെ അവയവങ്ങളെയൊക്കെ റീബിൽഡ് ചെയ്ത് നിങ്ങൾ നല്ല വൈറ്റമിനൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ ഡൈബാലൈഫ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒരാൾക്ക് ഡയബറ്റിക് വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഭക്ഷണം നിയന്ത്രിക്കുകയാണ്. ചപ്പാത്തി കഴിക്കും, കാലത്ത് 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് ചപ്പാത്തി. കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് കഴിക്കുന്നത്. അമിതമായ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ചെല്ലുന്നതാണ് നമുക്ക് ഷുഗർ കൂടാൻ കാരണം. അപ്പൊ നമ്മൾ ഭക്ഷണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇടകലർത്തുക. ഒപ്പം തന്നെ നമ്മൾ എക്സർസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. അങ്ങനെ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ജീവിതശൈലിയിലും മാറ്റം വരുത്തി നമ്മൾ ഇൻസുലിനാണോ ഗുളികയാണോ അത് കഴിച്ചുകൊണ്ട് ഡൈബാലൈഫ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ആരോഗ്യത്തോടു കൂടി ഷുഗറിനെ കൺട്രോൾ ചെയ്ത് ഇനിയൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്ന രീതിയിൽ
നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.